സോ ഹലോ ഗൈസ്, ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വൺ പീസ് ചാപ്റ്ററിൻ്റെ ഒരു സ്പോയിലർ ഇറങ്ങുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 1171 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്പോയിലറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രാഗൺ ബോൾ സൂപ്പറിൻ്റെ മോറോ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് അത് കാണാവുന്നതാണ്. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ചാപ്റ്ററിൻ്റെ പേര് റാഗ്നിയർ എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ ചാപ്റ്റർ നമ്മുടെ ലോക്കിനെ സംബന്ധിച്ചുള്ളത് തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ. ഇനി നമുക്ക് നേരിട്ട് സ്പോയിലറിലേക്ക് നോക്കാം. സ്പോയിലറിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഹെറൾഡിനെ നമ്മുടെ ലോക്കി ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമൂന് ബ്ലാക്ക് ലാഷ് അടിക്കുകയാണെന്ന്. ഇവിടെ ബ്ലാക്ക് ലാഷ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സഫറിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹ്യൂമിലിയേഷനും ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇമൂൻ്റെ പവറിന് നമ്മുടെ ലോക്കി അത്ര ഈസി ആയിട്ടാണ് ഇവിടെ ഇല്ലാതാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഹ്യൂമിലിയേഷൻ ആവാനും ചാൻസ് ഉണ്ട്. കാരണം 800 വർഷങ്ങളായിട്ട് നമ്മുടെ ഇമൂനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറെ പോലും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. നമ്മുടെ വലിയ വലിയ ലെജൻസായ റോക്സ്, റോജർ ഇവരൊക്കെ നമ്മുടെ ഇമൂടെ മുൻപിൽ ഒന്നും അല്ലാതാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ലോക്കി ഹെറൾഡിനെ ഒരടിക്ക് തന്നെ തീർത്ത് കളയുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടുള്ള ഹ്യൂമിലിയേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹെറൾഡിന് കിട്ടിയിട്ടുള്ള എല്ലാ ഡാമേജും ഒരുപക്ഷെ നമ്മുടെ ഇമൂനും ഫീൽ ചെയ്യാൻ പറ്റിയേക്കും. എന്താണെന്ന് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല, അതൊരു പക്ഷേ നമുക്ക് ചാപ്റ്റർ കാണാൻ കഴിഞ്ഞേക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇമൂസാമ എൽബാഫിലേക്ക് മറ്റൊരു ഹോളി നൈറ്റിനെ വിടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഈ സ്പോയിലറിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇമു പറയുന്നുണ്ട്, നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ കൂടെ എൽബാഫ് ഒരിക്കലും അഫിലിയേറ്റ് ചെയ്യില്ല. അതിനുള്ള കാരണമായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ എൽബാഫ് ഡി ക്ലാനുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ്. ഇതിവിടെ പറഞ്ഞിട്ടുള്ളത് ഇമൂസാമ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതുവരെ എൽബാഫിൽ നിന്നൊരു ഡി ക്ലാൻ മെമ്പറെ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ആകെയുള്ളൊരു ക്യാരക്ടർ നമ്മുടെ സോള് മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ സോള് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒറ്റ മെമ്പർ പോലും ഇതുവരെ എൽബാഫിൽ നിന്നൊരു ഡി ക്ലാൻ മെമ്പർ നമ്മൾ കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഈ കണക്ഷൻ 800 വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചാപ്റ്ററിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രസൻറ്റ് ടൈമിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ഹജറുദ്ദീന് നമ്മുടെ ലോക്കിനോട് സോറി പറയുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹജറുദ്ദീന് തന്നെ നമ്മുടെ ലോക്കിനെ ഫ്രീയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്കെലിട്ടൺ മോൺസ്റ്റർ മുകളിൽ നിന്ന് അണ്ടർവേൾഡിലേക്ക് വീകാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മോൺസ്റ്റർ മറ്റാരുമല്ല, നമ്മുടെ കില്ലിംഗ്ഹാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോൺസ്റ്റേഴ്സിൽ ഒന്നാവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ലോക്കി ഇവിടെ പറയുന്നുണ്ട് തനിക്ക് പറക്കാൻ കഴിയുമെന്ന്. എന്നിട്ട് പറയും ബാക്കിയുള്ളവരോടൊക്കെ ഇപ്പം മേലിലേക്ക് പോയിക്കോളാൻ, ഞാനിവിടെ നിന്ന് ഒറ്റയ്ക്ക് മോൺസ്റ്ററെ നോക്കിക്കോളാം എന്ന് നമ്മുടെ ലോക്കി ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൂഫി നമ്മുടെ ലോക്കി ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ലോക്കിക്ക് പറക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു പക്ഷേ നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ട് പവർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഡ്രാഗൻ ഇത് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലോക്കി ആ മോൺസ്റ്ററെ ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് റാഗ്നിയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറ്റാക്ക് കൊണ്ട് ആ മോൺസ്റ്ററിനെ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ ലൂഫി ആയിക്കോട്ടെ വളരെയധികം അമേസ്ഡ് ആയെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ നമ്മളെ ലോക്കിയുടെ ഒരു നെയിംഡ് അറ്റാക്ക് റിവീൽ ചെയ്യുന്നുണ്ട്. നീൽ ഫ്ലെയിം എന്നാണ് അത് അറ്റാക്കിൻ്റെ പേര്. കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കാണുന്നതിനോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആഴ്ചയും ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പോയിലറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ബോളിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രമല്ല, നമ്മുടെ സംബന്ധിച്ച് വീഡിയോ കാണുന്നവർ ബൈ ബൈ.